ഞാൻ ഫസ്റ്റ് ചേച്ചിയുടെ ആനന്ദം മൂവിയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വേറൊരു മൂവി കണ്ടു, പേര് ഞാൻ പറയുന്നില്ല. അല്ല മീൻസ് അല്ല ഞാൻ പറയുന്നില്ല. അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിച്ചാലോ ആ പടം കണ്ടിട്ട് പിന്നെ ഈ പടം കാണണേ. അല്ല പൊട്ടപ്പടമല്ല, അല്ല ഞാൻ ചോദിക്കാൻ പറ്റുന്നത് വേറെ കാര്യ. അപ്പൊ ആ ലുക്ക് ഉണ്ടല്ലോ വ്യത്യാസം വരുന്നത്. ഞാൻ ഈ പടം കാണുമ്പോ ചേച്ചി എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. എന്നിട്ട് എന്റെ ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് ആ പടത്തിലുണ്ടായിരുന്നത് തന്നെയാണ്. ആരാണ് ഇപ്പൊ കണ്ടത്? കൊറേ ചേച്ചിമാരുണ്ടോ? ഒരു ചേച്ചി എന്റെ വേറെ ചേച്ചിമാരുണ്ടോ? ഇല്ല. വിനോദ് ചേച്ചിമാര് പറഞ്ഞു ഇല്ല, എന്റെ ചേച്ചി ഈ ചേച്ചിനെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ചേച്ചിയുടെ പ്രശ്നം ആരും പറഞ്ഞില്ലല്ലോ. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും വെറൈറ്റി ലുക്കിലാ വരിക ചേച്ചി. ഓ ഇനി അനാർക്കലി എന്ന് പറയാം. അപ്പൊ ശരിയായില്ലേ? വെറൈറ്റി ലുക്കിലാണ് അനാർക്കലി വരാറ്, പ്രത്യേകിച്ച് ഹെയറിന്റെ കാര്യത്തില്. അതെന്താ അങ്ങനെ എപ്പോഴും വേറെ ഒരു മൂഡ് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് പുള്ളിക്കാരത്തിയുടെ ഹെയർ നോക്കണ ആഷ്ന എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ ഇങ്ങനെ ആക്കി വിടും. ഇവിടെ ഇരിക്കുമ്പോൾ അറിയുള്ളൂ. പരീക്ഷണങ്ങളാണ്. അങ്ങനെയല്ല, ഒരിടയ്ക്ക് അത് മുടി കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആനന്ദം കഴിഞ്ഞിട്ട് മുടി വളർന്നായിരുന്നു. കൊറോണ സമയത്തൊക്കെ അത്യാവശ്യം മുടിയുണ്ട്. അത് കഴിഞ്ഞ് മുടി വീണ്ടും വെറുതെ രസത്തിന് കട്ട് ചെയ്തപ്പോഴാണ് ഒരു ഇടയ്ക്ക് ഒരു പടം, ഒരു സൈഫൈ പടം വരുന്നത്. അതിലൊരു ഏലിയൻ കഥാപാത്രമായിരുന്നു. അപ്പം അതിൻ്റെ അത് പിന്നെ മുടി കളർ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, മുടി കളർ ചെയ്യാം. അങ്ങനെ എനിക്ക് എന്താ ഒരു സിനിമകൾക്കനുസരിച്ച് മുടി മാറ്റാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ മുടിയിലധികം എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാ. പക്ഷെ ഒരു ഈ പറഞ്ഞ ബോയ് കട്ട് വെട്ടാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ബോയ് കട്ടാണോ ഇഷ്ടം ഇതിനേക്കാളും? ബോയ് കട്ടാണ് ഇഷ്ടം. കാര്യം മെയിന്റനൻസ് കുറവാണല്ലോ. നമുക്കൊരു പ്രത്യേക ഒരു ക്യാരക്ടർ ആൾക്കാർ വെറുതെ ആണെങ്കിലും ഒന്ന് ചിന്തിക്കും, എന്തോ ക്യാരക്ടർ അത് ചിന്തിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഇവരെങ്ങനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും ഈ ഒരു കോംബോ കൊണ്ടുവരാന്നുള്ളത്? അല്ല, നമ്മളിതിൻ്റെ കഥ എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതുന്ന ടൈമിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നതാണ് ഇങ്ങനത്തെ ഒരു അൽത്താഫ് എന്നെ നായകനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ അനാർക്കലിയും ആ റോള് ചെയ്ത് നന്നാവും എന്ന് നമുക്ക് തോന്നി. നമ്മൾ അവരോട് സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, കഥ ഓണായി. എന്നിട്ട് ഇവരായിട്ട് വെച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ വളരെ ഈസി ആയിട്ടാണ് അവർ ചെയ്തത്. നാർക്കലായാലും അൽത്താഫായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ നല്ല ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡയറക്ടർ? വളരെ നല്ലൊരു മനുഷ്യൻ. ഉടനെ നാഷണൽ അവാർഡ്. നന്മപുരം ആണോ?